ഭാര്യയ്ക്ക് എന്താ ജോലിയെന്ന് ചോദിക്കുമ്പോൾ മിക്ക പുരുഷന്മാരും പറയുന്ന ഒരു ഉത്തരമാണ് അവൾക്ക് ഒരു ജോലിയുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഈ ഒരു വാക്ക് കേൾക്കാത്തവരും പറയാത്തവരും ആയിട്ടുള്ള ആൾക്കാർ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭാര്യമാർക്ക് എന്താ തോന്നുക? നമുക്കൊരു പണിയുമില്ല അല്ലേ. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ എണീപ്പിക്കലും പല്ലേൽപ്പിക്കലും അവരെ കുളിപ്പിക്കലും മദ്രസയിലോ സ്കൂളിലോ ഒക്കെ പറഞ്ഞയക്കലും അവരെ ചായ കൊടുക്കലും എല്ലാം ചെയ്ത് കൊടുത്ത് ഒക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എന്താ പറയുക, ഒരു യന്ത്രം പോലെ എല്ലാം പ്രവർത്തിച്ചോളും എന്നാണ് എല്ലാവരുടെയും ചിന്ത. അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല. അവരെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യുദ്ധം തുടങ്ങുകയാണ് അല്ലേ. അവരെ സ്കൂളിലേക്ക് ആക്കുന്നത് വരെ നമുക്ക് ചോറും കറിയും വെക്കണം, അവരെ പിന്നെ ടിഫിനൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുത്തയക്കണം, യൂണിഫോം അയൺ ചെയ്യണം, അവരെ ഭക്ഷണം കഴിപ്പിക്കണം, അവരെ വൃത്തിയിൽ പിന്നെ അവരെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നമ്മൾ കൊടുത്തയക്കണം. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീടുമായിട്ടുള്ള യുദ്ധങ്ങളാണ്. അടുക്കളയായിട്ട് നമ്മളെ വീടുമായിട്ട് തുണികളുമായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളായിരിക്കില്ലേ. രാവിലെ തന്നെ നമ്മൾ അവരെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണിയെന്ന് വെച്ചാൽ മുറ്റടിക്കലായിരിക്കും. മിക്ക വീട്ടിലും മുറ്റടിക്കലായിരിക്കും ഫസ്റ്റത്തെ ജോലി. മക്കളെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അകടിച്ച് പിന്നെ അടിച്ചു വാരി തുടക്കുക, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചായ കൊടുക്കുക, ചായയും കടിയൊക്കെ ഉണ്ടാക്കുക, അതിന് അനുസരിച്ച് കറി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളുമായിട്ടുള്ള യുദ്ധമായിരിക്കും. പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന് വെള്ളം വെക്കുക. അടുപ്പ് കത്തിക്കുന്നത് തന്നെ ഭയങ്കര ഒരു ടാസ്ക്കായിരിക്കും. മണ്ണെണ്ണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അടുപ്പ് കത്തിച്ച് വിറക് എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ജോലി അതാണ്. കാരണം എങ്ങനെയായാലും വേണ്ടിയില്ല, ഫുഡ് റെഡി ആവണം. ഉച്ചത്തേക്കും രാവിലേക്കും ഒക്കെ ഉള്ള ഫുഡ് റെഡിയാക്കിക്കോളണം. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി, ഫുഡ്. അത് വെക്കണമെങ്കിലും വിളമ്പണമെങ്കിലും കഴുകണമെങ്കിലും ഒക്കെ നമ്മളതിൻ്റെ കൂടെ പല പരിപാടികളുണ്ട് അല്ലേ. പച്ചക്കറിയാണെങ്കിൽ അത് അരിയാം, ഇറച്ചിയാണെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കാം, അതിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ചോറ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട്